ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ ആയിട്ടുള്ള ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സിൻ്റെ കേസിലുള്ള കുറേ എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. സ്കെയിലാർ ഫാക്ടർ, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഓഫ് ആൻ ആർക്ക് ലെങ്ത്, ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേൾ, ലാപ്ലാസിയൻ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ കേസിൽ അത് ഓർത്തോഗണൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഇതിൽ ഓരോന്നിനും നമ്മൾ അതിൻ്റെ സ്കെയിലാർ ഫാക്ടർ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ പറഞ്ഞ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത്, ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, സ്കെയിൽ, ലാപ്ലാസിൻ്റെ ഒക്കെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സും നിങ്ങൾ ഫെമിലിയർ ആണ് ഈ ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സുമായിട്ട്. കാരണം ചില കേസുകൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധാരണ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഒരു സിമെട്രിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചില ഫിസിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള കേസിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സിൻ്റെ ജനറൽ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അവയൊക്കെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു XYZ, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇവിടെ ഞാൻ P എന്ന് പറയുന്നൊരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മൾ ജനറലായിട്ടുള്ള കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ UVW എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ കോർഡിനേറ്റ്സ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആകുമ്പോഴേക്കും ഇത് XYZ ആണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ്. അവിടെ നമ്മൾ ഉപയോഗിച്ച കോർഡിനേറ്റ് എന്ന് പറയുന്നത് റോയും ഫൈയും അതുപോലെ തന്നെ ഇസഡുമായി. ഇന്ന് നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് പറയുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് R, തീറ്റ ആൻഡ് ഫൈ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ P എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ, അതായത് നിങ്ങൾ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടറാണ് R എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടാൻജൻറ്റ് ഇവിടെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ R ഡയറക്ഷനിൽ കിട്ടുന്ന യൂണിറ്റ് വെക്ടർ ഇതായിരിക്കും. അപ്പോൾ നമ്മളിതിനെ വേണമെങ്കിൽ TR ക്യാപ്പായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് R ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ചില കേസിൽ നമ്മളിതിനെ ER ക്യാപ്പ് എന്നോ അല്ലെങ്കിൽ R ക്യാപ്പ് എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പല ടെക്സ്റ്റിലും പല സിമ്പിൾസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആറിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് R എന്ന് പറയുന്നത്. R is the distance from the origin. അതായത് നമ്മൾ സാധാരണ വരയ്ക്കുന്ന പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് R എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ സാധാരണ പറയുന്ന പൊസിഷൻ വെക്ടറിനെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏത് വെക്ടർ ആണെങ്കിലും നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ എന്ന ഫോർമുല എഴുതാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ R ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഏതായിട്ട് എടുക്കാം? R ക്യാപ്പ്. അതല്ലെങ്കിൽ R ഇൻറ്റു TR ക്യാപ്പ് എന്നോ അല്ലെങ്കിൽ R ഇൻറ്റു ER ക്യാപ്പ് എന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇത് പല ടെക്സ്റ്റിലും പല സിമ്പിൾസ് ആയിരിക്കും ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ് R എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ OP ആൻഡ് Z ആക്സിസ് ആണ്. നമ്മൾ സാറിന് Z ആക്സിസിനെ പോളാർ ആക്സിസ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ പോളാർ ആംഗിൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ കോർഡിനേറ്റ് ആണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് കേസിലുള്ള സെക്കൻഡ് കോർഡിനേറ്റ് ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ വരച്ച പൊസിഷൻ വെക്ടറും നിങ്ങളുടെ പോളാർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഇനി ഒരു കോർഡിനേറ്റ് കൂടിയുണ്ട് ഫൈ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന R എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിൻ്റെ XY പ്ലെയിനുള്ള പ്രൊജക്ഷനാണ് നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന. ഇത് ഞാൻ Q ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് OQ ആണ്. അപ്പോൾ ഈ OQ എന്ന് പറയുന്നത് ഈ OPയുടെ ഒരു പ്രൊജക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത് XY പ്ലെയിൻ ആണ്. അപ്പം ഈ PQ എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മളുടെ ഈ XY പ്ലെയിനിൽ നിന്നുള്ള ഹൈറ്റാണ്. അതായത് നിങ്ങൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ലെഫ്റ്റിലേക്ക് ജോയിൻ ചെയ്താൽ ഈ ആംഗിൾ തീറ്റയും ഇത് R-ഉമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് R ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇസഡ് വിൽ ബി R cos തീറ്റയാണ് അല്ലേ? അപ്പോൾ ഇസഡ് ഈക്വൽ ടു R cos തീറ്റയാണ്. ഇനി ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളും തീറ്റയാണ്. ഈ പ്രൊജക്ഷൻ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് XY പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡ് എത്ര കിട്ടും? ഇതെന്ന് പറയുന്നത് R സൈൻ തീറ്റ ആയിരിക്കും. പിന്നെ നമ്മൾ അടുത്ത ആംഗിൾ, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഫൈ ആയിട്ട് എടുക്കുന്നത്. ഇതിനെ നമ്മൾ അസിമുത്തൽ ആംഗിൾ എന്നും പറയാറുണ്ട്. അസിമുത്തൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രൊജക്ഷൻ OQ എന്ന് പറയുന്ന പ്രൊജക്ഷൻ X ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ്
ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ആംഗിളിനും ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ തീറ്റയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഇസഡ് ആക്സിസിൽ നിന്ന് ഈ ഡയറക്ഷനിലാണ് നമ്മൾ തീറ്റ മെഷർ ചെയ്യുന്നത്. ഇസഡ് ആക്സിസിൽ നിന്നാണ് നമ്മൾ പൊസിഷൻ വെക്ടറിലേക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യുന്നത്. അതുപോലെ അസിമുത്തൽ ആംഗിൾ വരുമ്പോഴും നമ്മൾ എക്സ് ആക്സിസിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഫൈ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആർ സൈൻ തീറ്റയും ഇത് ഫൈയും ആയതുകൊണ്ട് ഇതെന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇതെന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയുടെ ഏത് കമ്പോണൻറ്റ്? ഇത് കോസ് കമ്പോണൻറ്റ്, അതായത് കോസ് ഫൈ ആണ്. ഇനി ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഹൈപ്പോട്ടനസിൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും, അതായത് സൈൻ ഫൈ ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടുന്നു. ഫസ്റ്റ് വൺ ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു ആർ സൈൻ തീറ്റ cos phi, y is equal to r sin theta sin phi and z equal to r cos theta. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും അതുപോലെ തന്നെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സ്കെയിലാർ ഫാക്ടറാണ്. അപ്പം സ്കെയിലാർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ്, നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആറിൻ്റെ വാല്യൂ നമ്മൾ എഴുതുന്നു. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ഇനി നമ്മൾ ഈ എക്സും വൈയും ഇസഡിൻ്റെയും പോളാർ കോർഡിനേറ്റ്സുമായുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയുടെ കോസ് കമ്പോണൻ്റ് ആയിരുന്നു. അപ്പോൾ ആർ സൈൻ തീറ്റ കോസ് ഫൈ ഐ കമ്പോണൻ്റ് ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റയുടെ സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ സൈൻ ഫൈ ജെ ആണ്. ഇസഡ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. അപ്പോൾ ആർ കോസ് തീറ്റ കെ ആണ്. പിന്നെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി? നമ്മൾ ആദ്യം നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആറിലുള്ള ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നോക്കിയാൽ ഇത് ആറും തീറ്റയും ഫൈയും ഉണ്ട്. നമ്മൾ ആറിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് സൈൻ തീറ്റ കോസ് ഫൈ ഐ. സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് സൈൻ തീറ്റ സൈൻ ഫൈ ജെ. അടുത്ത് നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റ കെ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത നമുക്ക് ഡെറിവേറ്റീവ് ആർ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ് തീറ്റ കോസ് ഫൈ, ഫൈക്ക് വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് വരുമ്പോഴത്തേക്കും അതും ആർ കോസ് തീറ്റ സൈൻ ഫൈ ജെ തന്നെയാണ്. തേർഡ് എന്ന് പറയുമ്പോഴേക്കും ഇത് കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. അതുകൊണ്ട് മൈനസ് വരും, ആർ സൈൻ തീറ്റ കെ ആണ്. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ഫൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ആർ സൈൻ തീറ്റ കോസ് ഫൈ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മൈനസ് സൈൻ വരുന്നു, അയക്കാം. അതുപോലെ അടുത്തത് നമുക്ക് കിട്ടുന്നത് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ഡെറിവേറ്റീവ് കോസ് ഫൈ ജെക്കാം. അടുത്ത ആർ കോസ് തീറ്റയാണ്. വിത്ത് റെസ്പെക്ട് ടു ഫൈൽ ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് കമ്പോണൻറ്റും എന്തായി പോകും? സീറോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിന് കെ കമ്പോണൻറ്റില്ല, സീറോ ആണ്. അപ്പോൾ ഇനി നമ്മുടെ സ്കെയിലാർ ഫാക്ടർ എന്ന് പറയുന്നത് H1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ആർ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സ്ക്വയർ റൂട്ട് ഏതാണ്? ഇത് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ ആകും. ഇതും സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ ആകും. അപ്പോൾ രണ്ടിടത്തു നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈൻ സ്ക്വയർ തീറ്റ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ ആണ്. അതിൻ്റെ ലാസ്റ്റ് ടൈമിൽ എന്തുണ്ട്? ഒരു കോസ് സ്ക്വയർ തീറ്റ കൂടിയുണ്ട്. അപ്പോൾ ഇത് പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 ആണ്. അപ്പോൾ ഇത് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആകും. അത് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന H1ൻ്റെ വാല്യൂ 1 ആണ്. അടുത്ത് നമുക്ക് H2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. H2 എന്ന് പറഞ്ഞാൽ ഡോ ആർ ബൈ ഡോ തീറ്റയുടെ മോഡുലസ് ആണ്. ഇവിടെ നിങ്ങൾ മോഡുലസ് എടുക്കുമ്പോഴേക്കും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഈ രണ്ട് ടൈമിലും ഒരു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ കോമൺ വരും. ബാക്കി കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് കോമൺ എടുക്കുന്നത്. ബാക്കി പ്ലസ് 1 വരും. അടുത്ത ലാസ്റ്റ് ടൈമിൻ്റെ സ്ക്വയർ വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും എന്തിട്ട് ഒരു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ആർ സ്ക്വയർ കോമൺ എടുത്താൽ ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1, ആർ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ആർ. അപ്പോൾ H2ൻ്റെ വാല്യൂ കിട്ടുന്നത് 6 ആണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് H3യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ മോഡുലസ് ആണ്. ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴേക്കും എത്ര കിട്ടും? ഫസ്റ്റ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ, ഇവിടെ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ. അപ്പോൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോമൺ എടുത്താൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ, അത് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്
സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള സ്കെയിലാർ ഫാക്ടർ കിട്ടുന്നു. h1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, h2ന്റെ വാല്യൂ 6 ആണ്, h3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ r സൈൻ തീറ്റയാണ്. ഇനി നമുക്ക് ഈ സ്കെയിലാർ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള എക്സ്പ്രഷൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഓർത്തോഗണലാണ്. അപ്പോൾ അത് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാം ഇത് ഓർത്തോഗണലാണെന്നുള്ളത്. അപ്പോൾ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ് വെക്ടർ നമ്മൾ ആർ ഡയറക്ഷനിലും തീറ്റ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഫൈ ഡയറക്ഷനിലുമുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ ടി ആർ ക്യാപ്പ്, ടി തീറ്റ ക്യാപ്പ്, ടി ഫൈ ക്യാപ്പ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഓർത്തോഗണലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ടി ആർ ഡോട്ട് ടി തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ, അതായത് 90 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. ഇതുപോലെ ടി തീറ്റ ഡോട്ട് ടി ഫൈ 0 ആയിരിക്കും, ടി ഫൈ ഡോട്ട് ടി ആറും 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ടി ആറിൻ്റെയും ടി തീറ്റയുടെയും ടി ഫൈയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഡോ ആർ ബൈ ഡോ ആർ വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ, അതായത് ടി ആർ ക്യാപ്പാണ്. അപ്പോൾ ഇതിൽ ഡോ ആർ ബൈ ഡോ ആറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, h1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേണമെങ്കിൽ h1 ടി ആർ എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടി ആർ ക്യാപ്പിൻ്റെ വാല്യൂ പറഞ്ഞാൽ എത്ര കിട്ടും, 1/h1 ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആർ ആണ്. ഇതുപോലെ നിങ്ങൾ ടി തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും, 1/h2 ഇൻറ്റു ഡോ ആർ ബൈ ഡോ തീറ്റ ആയിരിക്കും. ടി ഫൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/h3 ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഫൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി ആറിൻ്റെ വാല്യൂ എത്ര കിട്ടും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടി ആർ വിൽ ബി ഈക്വൽ ടു, ഇപ്പം h1ൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്നു, h1ൻ്റെ വാല്യൂ 1 ആണ്, h2 6 ആണ്, h3 എന്ന് പറഞ്ഞാൽ r സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ 1/h1 ഡോ ആർ ബൈ ഡോ ആർ, ഡോ ആർ ബൈ ഡോ ആറിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്നു, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനെ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 1/h1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. h1 വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ടി ആർ ക്യാപ്പിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് സൈൻ തീറ്റ കോസ് ഫൈ ഐ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ ജെ ക്യാപ്പ് പ്ലസ് കോസ് തീറ്റ കെ ക്യാപ്പ്. ഇനി അടുത്ത നമ്മൾ ടി തീറ്റ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ ഡോ ആർ ബൈ ഡോ തീറ്റയെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, h2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടത്തേക്ക് ഒരു 6 ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് വിൽ ബി കോസ് തീറ്റ കോസ് ഫൈ ഐ ക്യാപ്പ് പ്ലസ് കോസ് തീറ്റ സൈൻ ഫൈ ജെ ക്യാപ്പ് മൈനസ് സൈൻ തീറ്റ കെ ക്യാപ്പാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത ടി ഫൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ എക്സ്പ്രഷൻ h3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് ഈ ഇക്വേഷനെ നിങ്ങൾ ആർ സൈൻ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലെല്ലാം ഉള്ള ഓരോ ആർ സൈൻ തീറ്റ ക്യാൻസലായി പോകും. ബാക്കി കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് സൈൻ ഫൈ ഐ ക്യാപ്പ് പ്ലസ് കോസ് ഫൈ ജെ ക്യാപ്പാണ്. ഇതാണ് നമ്മളുടെ ആർ ഡയറക്ഷനും തീറ്റ ഡയറക്ഷനും ഫൈ ഡയറക്ഷനും ഉള്ള നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്നത്, ടി ആറും ടി തീറ്റയും ടി ഫൈയും. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടി ആർ ഡോട്ട് ടി തീറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഐ ഡോട്ട് ഐ, അപ്പോൾ ഫസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ, ഇവിടെ കോസ് ഫൈ ഇൻറ്റു കോസ് ഫൈ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു സൈൻ തീറ്റ കോസ് തീറ്റ, അടുത്ത ഒരു കോസ് സ്ക്വയർ ഫൈ കിട്ടും. ഇതുപോലെ രണ്ടാമത്തെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെയും സൈൻ തീറ്റ കോസ് തീറ്റയുണ്ട്, അതുകൂടാതെ എത്ര വരുന്നു സൈൻ സ്ക്വയർ ഫൈ കിട്ടുന്നു. ലാസ്റ്റ് കെയുടെ കമ്പോണൻറ്റ് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ, അതായത് ഇത് സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് സൈൻ തീറ്റ കോസ് തീറ്റ കോമൺ എടുത്താൽ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ടി ആർ ഡോട്ട് ടി തീറ്റ 0 ആണ്, അതായത് ഈ രണ്ട് യൂണിറ്റ് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത ടി തീറ്റ ഡോട്ട് ടി ഫൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കുറേ കൂടെ എളുപ്പമാണ്, കാരണം ടി ഫൈയിൽ വരുമ്പോഴേക്കും ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും മാത്രമേ ഉള്ളൂ ടി ഫൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ടി തീറ്റയും ടി ഫൈയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഐ ഡോട്ട് ഐ വരുമ്പോഴേക്കും ഇത് കോസ് തീറ്റ കോസ് ഫൈ സൈൻ ഫൈ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ വരുമ്പോഴത്തേക്കും കോസ് തീറ്റ സൈൻ ഫൈ കോസ് ഫൈ, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ടി ഫൈ ഡോട്ട് ടി ആർ എടുത്താലും
നിങ്ങളുടെ ഫസ്റ്റ് സൈൻ ഫൈ മൈനസ് സൈൻ ഫൈ സൈൻ തീറ്റ കോസ് ഫൈ, ഇവിടെ വരുമ്പോഴത്തേക്കും പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ കോസ് ഫൈ. അപ്പോൾ ഈ രണ്ടും 0 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 0 കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി തീറ്റയും ടി ഫൈയും പെർപെൻഡിക്കുലർ ആണ്, ടി ഫൈയും ടി ആറും പെർപെൻഡിക്കുലർ ആണ്. സോ in the case of spherical polar coordinates, the unit vectors are perpendicular, ഓർത്തോഗണലാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ യൂണിറ്റ് വെക്ടേഴ്സ്, അതായത് ടി ആർ, ടി തീറ്റ, ടി ഫൈ എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ റൈറ്റ് ഹാൻഡഡ് ബേസിസ് ഫോം ചെയ്യുന്നുള്ളതും നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നതാണ്. അത് റൈറ്റ് ഹാൻഡഡ് ബേസ് എന്ന് പറയുമ്പോഴേക്കും ടി ആർ ക്യോൻ്റെയും ടി തീറ്റയുടെയും ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ടി ആർ ക്രോസ് ടി തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് ടി ഫൈ ആയിരിക്കും. അതുപോലെ തന്നെ ടി തീറ്റ ക്രോസ് ടി ഫൈ എന്ന് പറഞ്ഞാൽ ടി ആർ ആണ്. അതുപോലെ തന്നെ ടി ഫൈ ക്രോസ് ടി ആർ എന്ന് പറയുന്നത് ടി തീറ്റ ആയിരിക്കും. റൈറ്റ് ഹാൻഡഡ് ബേസ്. ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്ന ഓർഡർ മാറുമ്പോഴേക്കും ഇവിടെ ഒരു മൈനസ് സൈൻ വരും. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ടി ആർ, ടി തീറ്റ, ടി ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ കേസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ടി ആർ ക്രോസ് ടി തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് രണ്ടിൻ്റെയും കൂടെ ക്രോസ് പ്രോഡക്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടും വെക്ടേഴ്സാണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫോമിൽ നമുക്ക് എഴുതാം. ഫസ്റ്റ് ഐ ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് താഴെ വരുന്ന കമ്പോണൻറ്റ് സൈൻ തീറ്റ കോസ് ഫൈ. അടുത്ത ടി തീറ്റയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കോസ് തീറ്റ കോസ് ഫൈ ആണ്. അടുത്ത ജെ വരുമ്പോഴേക്കും വരുന്ന രണ്ട് കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ്? സൈൻ തീറ്റ സൈൻ ഫൈ ആണ്. ഇവിടെ വരുമ്പോഴേക്കും ഇത് കോസ് തീറ്റ സൈൻ ഫൈ ആണ്. ഇസഡ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് കേസിൽ ഇത് കോസ് തീറ്റയാണ്. അടുത്ത കേസിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എത്ര കിട്ടും? ഫസ്റ്റ് നിങ്ങൾ ഐ ഇൻറ്റു, നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ വരുന്നുണ്ട്. സൈൻ സ്ക്വയർ തീറ്റയും സൈൻ ഫൈയും ആണ് കിട്ടുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും കോസ് സ്ക്വയർ തീറ്റയും സൈൻ ഫൈയും ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഒരു മൈനസ് സൈൻ ഫൈ കോമൺ എടുത്താൽ ഇവിടുത്തെ ഈ പ്രോഡക്റ്റിൽ നമുക്ക് കിട്ടുന്ന ബാക്കി ടേം എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റയാണ്. ഒരു മൈനസ് എടുത്തുകൊണ്ട് അടുത്ത പ്ലസ് ആകുന്നു. ഇവിടെ നമുക്ക് ബാക്കി സൈൻ ഫൈ കോമൺ എടുത്തുകൊണ്ട് ബാക്കി വരുന്നത് എത്രയാണ്? കോസ് സ്ക്വയർ തീറ്റയാണ്. സെക്കൻഡ് ടൈം മൈനസ് ജെ ഇൻറ്റു, അപ്പോൾ നിങ്ങൾ ഈ റോയും ഈ കോളം ഒഴിവാക്കുന്നു. ഇവിടെ നോക്കുമ്പോഴേക്കും സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കോമൺ എടുക്കാം? ഇവിടെ നമുക്ക് സൈൻ തീറ്റ കോസ് ഫൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോസ് ഫൈ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈം സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോമൺ എടുത്തുകൊണ്ട് അടുത്ത പ്ലസ് ആയി. ഇവിടെ ഇടുന്നത് കോസ് സ്ക്വയർ തീറ്റ കോസ് ഫൈ. അപ്പോൾ അതുകൊണ്ട് കോസ് ഫൈ കോമൺ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് കെ ഇൻറ്റു, ഇവിടെ സൈൻ തീറ്റ കോസ് ഫൈ, അതായത് സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ. ഇവിടെയും കിട്ടുന്നത് സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പോണൻറ്റ് 0 ആയിപ്പോകും. അപ്പം ബാക്കിയുള്ളത് ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റ് നമുക്ക് കിട്ടുന്നത് മൈനസ് സൈൻ ഫൈ ഐ ക്യാപ്പ് ആണ്. ഇവിടെ ഇത് 1 ആണ്, ബാക്കി കോസ് ഫൈ ആണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ്, സോറി ഇവിടെ നമ്മൾ മൈനസ് ജെ, നമ്മൾ മൈനസ് കോസ് ഫൈ ആണ് ഇവിടെ കോമൺ എടുത്തത്. അപ്പം മൈനസ് മൈനസ് പ്ലസ് ആകും. അപ്പം പ്ലസ് കോസ് ഫൈ ജെ ക്യാപ്പ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി മൈനസ് സൈൻ ഫൈ ഐ ക്യാപ്പ് പ്ലസ് കോസ് ഫൈ ജെ ക്യാപ്പ് എന്ന് പറഞ്ഞതാണ് ടി ഫൈ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ഫൈ ആണ്. അതുകൊണ്ട് ടി ആർ ക്രോസ് ടി ഫൈയുടെ ടി തീറ്റയുടെ വാല്യൂ എത്ര കിട്ടുന്നു? ടി ആർ ക്രോസ് ടി തീറ്റ എന്ന് പറഞ്ഞാൽ ടി ഫൈ ആണ്. അപ്പം ബാക്കി രണ്ടെണ്ണം ഇക്വേഷൻസ് ഞാൻ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നില്ല. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ടി തീറ്റ ക്രോസ് ടി ഫൈയും ടി ഫൈ ക്രോസ് ടി ആറും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന വാല്യൂ ടി ആറും ടി തീറ്റയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടി ആറും ടി തീറ്റയും ടി ഫൈയും ഒരു ഓർത്തോഗണൽ റൈറ്റ് ഹാൻഡഡ് ബേസിസ് ഫോം ചെയ്യുന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി നമ്മൾ ഈ സ്കെയിലാർ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷൻസിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡിഫറൻഷ്യൽ ഓഫ് ആൻ ആർക്ക് ലെങ്ത് ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഈക്വൽ ടു h1 സ്ക്വയർ du സ്ക്വയർ പ്ലസ്
h2 സ്ക്വയർ dv സ്ക്വയർ പ്ലസ് h3 സ്ക്വയർ dw സ്ക്വയർ ആണ്. ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർ ഫാക്ടർ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് h1ൻ്റെ വാല്യൂ 1 ആണ്. ഫസ്റ്റ് കോർഡിനേറ്റ് ഇവിടെ 6 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് dr സ്ക്വയർ കിട്ടും. h2ൻ്റെ സ്ക്വയർ വാല്യൂ 6 ആയതുകൊണ്ട് രണ്ടാമത്തത് r സ്ക്വയർ ഇൻറ്റു d തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. h3യുടെ വാല്യൂ r സൈൻ തീറ്റ ആയതുകൊണ്ട് തന്നെ അടുത്തത് r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ d ഫൈ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഓഫ് ആൻ ആർക്ക് ലെങ്തിൻ്റെ ഇക്വേഷൻ. അടുത്ത ഗ്രേഡിയൻ്റ് വരുമ്പോഴേക്കും ഗ്രേഡിയൻ്റെ ജനറൽ ഇക്വേഷൻ ഞാനൊരു ഡെൽ സൈ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയാണ്. ഡെൽ സൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/h1 ഇൻറ്റു ഡോ സൈ ബൈ ഡോ യു ഇൻറ്റു ടി യു ക്യാപ് പ്ലസ് 1/h2 ഡോ സൈ ബൈ ഡോ വി ഇൻറ്റു ടി വി ക്യാപ് പ്ലസ് 1/h3 ഇൻറ്റു ഡോ സൈ ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ടി ഡബ്ല്യു ക്യാപ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഡെൽ സൈ ഈക്വൽ ടു എത്രയാകും? h1ൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്നത് ഡോ സൈ ബൈ ഡോ ആർ ഇൻറ്റു ടി ആർ ക്യാപ്പ് എന്ന് എഴുതാം. അടുത്തത് 1/r ഇൻറ്റു ഡോ സൈ ബൈ ഡോ തീറ്റ ഇൻറ്റു ടി തീറ്റ ക്യാപ്പാണ്. അടുത്തത് 1/r സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ ഫൈ ഇൻറ്റു ടി ഫൈ ക്യാപ്പാണ്. ഇതാണ് നമ്മുടെ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡൈവേർജൻസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഡൈവേർജൻസ് നമ്മൾ ഡെൽ ഡോട്ട് എഫ് ആണ്. അപ്പം ഡെൽ ഡോട്ട് എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/h1 h2 h3. നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഡോ ബൈ ഡോ യു ഫസ്റ്റ് f1 h2 h3 പ്ലസ് ഡോ ബൈ ഡോ വി f2 h3 h1 പ്ലസ് ഡോ ബൈ ഡോ ഡബ്ല്യു f3 h1 h2 ആണ്. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് h1 h2 h3യുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു r ഇൻറ്റു r സൈൻ തീറ്റ, അതായത് 1/r സ്ക്വയർ സൈൻ തീറ്റ കിട്ടും ഇൻറ്റു ഡോ ബൈ ഫസ്റ്റ് r ആണ്. ഡോ ആർ ഫസ്റ്റ് കമ്പൗണ്ടിനെ നമ്മൾ എഫ് ആർ ആയിട്ട് എഴുതുന്നു. അപ്പം h2 h3യുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് r സ്ക്വയർ സൈൻ തീറ്റ. അടുത്ത ഡോ ബൈ ഡോ വിക്ക് വരാൻ ഡോ ബൈ ഡോ തീറ്റ, f2ൻ്റെ പകരം നമ്മൾ എഫ് തീറ്റ എന്ന് കൊടുക്കുന്നു. h3 h1ൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത് r സൈൻ തീറ്റയാണ്. അടുത്തത് ഡോ ബൈ ഡോ ഫൈ ആണ്. f3ക്ക് വരെ നമ്മൾ എഫ് ഐ കൊടുക്കുന്നു. h1ൻ്റെ അടുത്തത് h1 h2 ആണ്. h1ൻ്റെ വാല്യൂ 1, h2ൻ്റെ വാല്യൂ r. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് r ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. ഈക്വൽ ടു 1/r സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഇത് ഡോ ബൈ ഡോ ആർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ആറിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈൻ തീറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡെറിവേറ്റീവിന് പുറത്ത് കൊണ്ടുവരാം, കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ എഫ് ആർ എന്ന് എഴുതാം. അതുപോലെ അടുത്ത് നിങ്ങൾ തീറ്റയിൽ ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ് പുറത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആർ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ എഫ് തീറ്റ എന്ന് എഴുതാം. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇവിടെ നിങ്ങൾക്ക് ഫൈലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്, അതുകൊണ്ട് ആറ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ആർ ഇൻറ്റു ഡോ എഫ് ഓഫ് ഫൈ ബൈ ഡോ ഫൈ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഡൈവേർജൻസിൻ്റെ ഇക്വേഷൻ. അത് നെക്സ്റ്റ് വൺ ഈ സ്കെയിൽ. അപ്പോൾ കെയിൽ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തായിരുന്നു? ടി യു ബൈ h2 h3. അടുത്ത് വരുമ്പോഴേക്കും ടി വി ബൈ h3 h1. അടുത്ത് ടി ഡബ്ല്യു ബൈ h1 h2 ആണ്. അടുത്ത് വരുന്നത് ഡോ ബൈ ഡോ യു, ഡോ ബൈ ഡോ വി, ഡോ ബൈ ഡോ ഡബ്ല്യു. ഇവിടെ വരുന്ന കമ്പോണൻറ്റ് ഒന്ന് f1 h1, അടുത്തത് f2 h2, അടുത്തത് f3 h3 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴേക്കും ടി യു എന്ന് പറയുന്നത് മാറി ടി ആർ ആയി. h2 h3 എന്ന് പറയുന്നത് h1 1, h2 r, h3 r സൈൻ തീറ്റ. അതുകൊണ്ട് ഇത് എന്താകും? ഇത് ആർ സ്ക്വയർ സൈൻ തീറ്റയാകും. രണ്ടാമത് ടി തീറ്റ ബൈ h3 h1ൻ്റെ വാല്യൂ ആർ സൈൻ തീറ്റ. അടുത്ത തേർഡ് കമ്പോണൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ടി ഫൈ ക്യാപ് h1 h2 എന്ന് പറഞ്ഞാൽ r ആണ്. ബാക്കി ടേമുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഡോ ബൈ ഡോ ആറും, ഇത് ഡോ ബൈ ഡോ തീറ്റയും, ഇത് ഡോ ബൈ ഡോ ഫൈയുമാണ്. ആറും തീറ്റയും ഫൈയുമാണ് നമ്മുടെ കോർഡിനേറ്റ്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് h1 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഇത് എഫ് ആർ ആകും. h2 എന്ന് പറയുന്നത് r ആയതുകൊണ്ട് ഇത് r ഇൻറ്റു എഫ് തീറ്റയാകും.
H3 എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആയതുകൊണ്ട് ഇത് ആർ സൈൻ തീറ്റ F5 ആകും. ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ. ഇന്ന് നമുക്ക് വേണമെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ആർ സ്ക്വയർ സൈൻ തീറ്റ കോമൺ എടുക്കാം. കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1/r സ്ക്വയർ സൈൻ തീറ്റ. നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ടി ആർ ക്യാപ്പ് തന്നെയാണ്. അടുത്തത് ഇതിൽ നിന്ന് ആർ സ്ക്വയർ സൈൻ തീറ്റ കോമൺ എടുക്കുന്നുണ്ട്, നമ്മളൊരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആർ ടി തീറ്റയാണ്. അടുത്തതിൽ നിങ്ങൾ ആർ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ആർ സൈൻ തീറ്റ T5 ആണ്. രണ്ടാമത്തെ റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ. ലാസ്റ്റ് കോളം റോ ഈസ് എഫ് ആർ, ആർ എഫ് തീറ്റ, ആർ സൈൻ തീറ്റ F5. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറേ കൂടി എളുപ്പമാണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇത് 1/r സ്ക്വയർ സൈൻ തീറ്റയാണ് നമ്മൾ കോമൺ എടുത്തേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ H1 H2 H3 ആണല്ലേ. H1 എന്ന് പറഞ്ഞാൽ 1, H2 R, H3 എന്ന് പറഞ്ഞാൽ R സൈൻ തീറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. 1/r സ്ക്വയർ സൈൻ തീറ്റ. ഇനി ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും TRും R T തീറ്റയും R സൈൻ തീറ്റ T5 ആണ് ഫസ്റ്റ് റോ. ഈ കോഎഫിഷ്യന്റ് നോക്കിയാൽ ഇതേ കോഎഫിഷ്യന്റ് തന്നെയാണ് FRനും വരുന്നത്. ഇവിടെ TRന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, FRന്റെയും 1 ആണ്. T തീറ്റയുടെ കോഎഫിഷ്യന്റ് 6 ആണ്, F തീറ്റയുടെ കോഎഫിഷ്യന്റ് 6 ആണ്. T5യുടെ കോഎഫിഷ്യന്റ് R സൈൻ തീറ്റയാണ്. ഇവിടെ ഇതിന്റെ തീറ്റയുടെ F5യുടെ കൂടെ വരുന്നത് R സൈൻ തീറ്റയാണ്. ഇത് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ ആണ്. ഈ രീതിയിൽ നമുക്ക് കേളിന്റെയും ഇക്വേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ലപ്ലാസിയൻ. ലപ്ലാസിയൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഫൈ ആണ്. അപ്പം ഡെൽ സ്ക്വയർ ഫൈയുടെ വാല്യൂ, ഡെൽ സ്ക്വയർ ഫൈയുടെ ഡെൽ സ്ക്വയർ സൈഡ് ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/h1 h2 h3. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ യു ഓഫ് h2 h3 ഡിവൈഡ് ബൈ h1 ഇൻറ്റു ഡോ സൈ ബൈ ഡോ യു. സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കും ഇത് ഡോ ബൈ ഡോ വി ആകും. ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു you have to divide by h2 into dou psi by dou v. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴേക്കും ഡോ ബൈ ഡോ w ഓഫ് h1 h2 ഡിവൈഡ് ബൈ h3 ഡോ സൈ ബൈ ഡോ w. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള h1 h2 h3 വാല്യൂ കൊടുത്താൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1/r സ്ക്വയർ സൈൻ തീറ്റയാകും. യുവിന് വരെ നിങ്ങൾ ആറ് കൊടുക്കുന്നപ്പോൾ ഡോ ബൈ ഡോ ആർ. ഈ H2 H3 ബൈ H1 എന്ന് പറയുന്നത് H2 R, H3 എന്ന് പറഞ്ഞാൽ R സൈൻ തീറ്റ, H1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര കിട്ടും? ഇത് R സ്ക്വയർ സൈൻ തീറ്റ എന്ന് കിട്ടും ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ ആണ്. പ്ലസ് ഡോ ബൈ നെക്സ്റ്റ് കോർഡിനേറ്റ് തീറ്റയാണ്. H1 H3 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് R സൈൻ തീറ്റ ഡിവൈഡ് ബൈ H2 എന്ന് പറയുമ്പോൾ R ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ തീറ്റ കിട്ടും. ആൻഡ് ദി ലാസ്റ്റ് ടൈം ഈസ് ഡോ ബൈ ഡോ ഡബ്ല്യു. H1 H2 R ആണ്, H3 പറഞ്ഞാൽ R സൈൻ തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കിട്ടുന്നത് 1 സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ ഫൈ ആണ്. സോറി, ഇത് ഡോ ബൈ ഡോ ഫൈ ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതായത് 1/r സ്ക്വയർ സൈൻ തീറ്റ. ഇവിടെ നോക്കി വിത്ത് റെസ്പെക്ട് ആറിൽ ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് തന്നെ സൈൻ തീറ്റ നിങ്ങൾക്ക് പുറത്തെടുക്കാം. നമുക്ക് കിട്ടുന്നത് സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡോ സൈ ബൈ ഡോ ആർ എന്ന് കിട്ടും. സെക്കൻഡ് ടേബിൾ ഇതുപോലെ വിത്ത് റെസ്പെക്ട് തീറ്റയിലാണ്. അപ്പോൾ അതിൽ ഇനി പ്രത്യേകിച്ച് റീഅറേഞ്ച്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് കിട്ടുന്നത് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ തീറ്റ തന്നെയാണ്. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴേക്കും ഫൈൽ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സൈൻ തീറ്റ ടൈം ആണെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ഓഫ് ഡോ സൈ ബൈ ഡോ ഫൈ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ ആണ്. ഈ രീതിയിൽ നമുക്ക് ലപ്ലാസിൻ്റെ ഈക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ കേസിലുള്ള ജനറൽ എക്സ്പ്രഷൻസ്. നമ്മളിപ്പോൾ സ്കെയിലാർ ഫാക്ടർ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. H1 = 1, H2 = R, H3 = R സൈൻ തീറ്റ. പിന്നീട് നമ്മൾ ഡിഫറൻഷ്യൽ ഓഫ് ആൻ ആർക്ക് ലെങ്ത് ds² വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രേഡിയൻറ്റ് ഡെൽ സൈൻ, ഡൈവേർജൻസ് ഡെൽ ഡോട്ട് ഓഫ്, കേൾ ഡെൽ ക്രോസ് എഫ് ആൻഡ് ദി ലാപ്ലാസിയൻ ഡെൽ സ്ക്വയർ സൈൻ. ഇത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൈനൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. കാരണം നമുക്ക് പിന്നീട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്വാണ്ടം മെക്കാനിക്സിലും അതുപോലെ ഇലക്ട്രോഡൈനാമിക്സിലും ഒക്കെ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്തരം പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും അത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലൊക്കെ ആയിരിക്കും പലപ്പോഴും അതിൻ്റെ സിമട്രി വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റും ഡൈവേർജൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കില്ല, മറിച്ച് നിങ്ങൾ എടുക്കുന്ന സ്പെറിക്കൽ എങ്കിൽ സ്പെറിക്കൽ, അതല്ല സിലിണ്ടറിക്കൽ എങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്ത് ഷോ ദാറ്റ് എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ലെറ്ററാണ്. എൽ എന്ന് പറഞ്ഞാൽ എൽ ഈക്വൽ ടു മൈനസ് I r cap cross del equal to I into e theta cap 1 by sin theta dou by dou phi minus e phi cap dou by dou theta. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങൾ ആർ ക്രോസ് ഡെൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു മൈനസ് ഐ കൂടി ഉണ്ട്. അപ്പം ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഇത് ആർ ക്യാപ്പ് അല്ല, ഇത് വെക്ടർ ആർ ആണ്. അപ്പം വെക്ടർ ആർ എന്ന് പറയുമ്പോഴേക്കും നമ്മളിത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ്. കാരണം നമ്മൾ അതിലെ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ആറിനെ ഞാൻ ഈ രീതിയിൽ ആറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ആർ ക്യാപ്പ് എന്ന് എഴുതാം. ഇനി അടുത്ത് നിങ്ങളിപ്പം ഡൈവേർജൻസിനെ നമ്മൾ ഏതിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. കാർട്ടീഷ്യനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് 3 കമ്പൗണ്ട് വരും, എക്സും വൈയും ഇസഡും വരും, കറസ്പോണ്ടിങ് ആയിട്ട് ഡെല്ലിനും പല വാല്യൂസ് വരും. അതെല്ലാം നിങ്ങൾ സ്പെറിക്കൽ പോളാറിലാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ആറിന് എത്ര കമ്പൗണ്ടേ വരുള്ളൂ? ഒറ്റ കമ്പൗണ്ടേ വരുന്നുള്ളൂ, ആറെന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് മാത്രം. ഡെല്ലിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്നു, ഗ്രേഡിയൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ ഇ ആർ ഇ തീറ്റ ഇ ഫൈ എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടേംസിൽ തന്നെ എഴുതുകയാണ്. അതായത് 1/h1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇ ആർ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ആണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. അതിൽ സെക്കൻഡ് കമ്പോണൻറ്റ് വരുമ്പോഴത്തേക്ക് 1/h2 ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇ തീറ്റ ഇൻറ്റു 1/r ഡോ ബൈ ഡോ തീറ്റയാണ്. തേർഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1/h3 ആണ്. h3യുടെ വാല്യൂ r സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ആണ്. നിങ്ങൾക്ക് ആറും ഡെല്ലും അറിയാം. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്, അതായത് ആർ ക്രോസ് ഡെൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ആർ ക്രോസ് ഡെൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ആർ ക്രോസ് ഡെൽ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾ പിന്നീട് അതിനെ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പം ആർ ക്രോസ് ഡെൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ആറിന് ആർ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇവിടെ നിങ്ങൾ ഇ ആർ എന്ന് എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ തന്നെ എഴുതാം, യൂണിറ്റ് വെക്ടർ ഇ ആർ ക്യാപ്പായിട്ട് തന്നെ എഴുതാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇ ആർ ക്രോസ് ഇ ആർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അടുത്ത ഇ ആർ ക്രോസ് ഇ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇ ആർ ക്രോസ് ഇ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ ഫൈ കിട്ടും. അടുത്തത് ഇ ആർ ക്രോസ് ഇ ഫൈ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഇ ഫൈ ക്രോസ് ഇ ആർ ആണ് ഇ തീറ്റ. അതുകൊണ്ട് ഇ ആർ ക്രോസ് ഇ ഫൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ തീറ്റ കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും ഫസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ഇ ആർ ക്രോസ് ഇ ആർ 0 ആയിപ്പോൾ, അതുകൊണ്ട് ഫസ്റ്റ് 0 ആയിരിക്കും. രണ്ടാമത്തെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും നിങ്ങളിതിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, ആർ ക്രോസ് ഡെൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ആർ ഉണ്ട്, ഇതുമായിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 1/r ഉണ്ട്, 1/r ഡോ ബൈ ഡോ തീറ്റയുണ്ട്. ഇവിടെ പിന്നെ വരുന്നത് ഇ ആർ ക്രോസ് ഇ തീറ്റ. ഇ ആർ ക്രോസ് ഇ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? അത് ഇ ഫൈ ആണ്. അതുപോലെ അടുത്ത ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇ ആർ ക്രോസ് ഇ ഫൈ ആണ്. ഇ ആർ ക്രോസ് ഇ ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇ തീറ്റയാണ്. ഇവിടെ ഒരു മൈനസ് സൈൻ വരും, കാരണം ഇ ഫൈ ക്രോസ് ഇ ആർ ആണ് ഇ തീറ്റ. ഇവിടെ ഒരു മൈനസ് സൈൻ വരും. പിന്നീടുള്ളത് ഇവിടെ ഒരു ആർ ഉണ്ട്, ഇവിടെയാണെങ്കിൽ ഒരു 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടും, ഈ ആർ ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് ഇത് ഇ ഫൈ ക്യാപ്പ് ഡോ ബൈ ഡോ തീറ്റ.
സെക്കൻഡ് മൈനസ് ആറ് ക്യാൻസൽ ആയപ്പോൾ ബാക്കിയുള്ളത് ഈ തീറ്റ ക്യാപ് 1 സൈൻ തീറ്റ ഡോ ഫൈ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മൈനസ് ഐ ഇൻറ്റു ആർ ക്രോസ് ഡെല്ലിൻ്റെ വാല്യൂ എത്ര കിട്ടും? നമ്മളൊരു മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങളിവിടെ ഫൈനൽ റിസൾട്ടിൽ ഐ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ ഇൻറ്റു ഇ ഫൈ ഡോ തീറ്റ പ്ലസ് ഐ ഈ തീറ്റ ക്യാപ് 1 സൈൻ തീറ്റ ഡോ ഫൈ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾ ഐ കോമൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ തീറ്റ ക്യാപ് 1 സൈൻ തീറ്റ ഡോ ഫൈ മൈനസ് രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് ഈ ഫൈ ക്യാപ് ഡോ തീറ്റ. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. കമ്പ്യൂട്ട് the divergence of v equal to r cos theta r cap plus r sin theta theta cap plus r sin theta cos phi cap. അപ്പം ഡൈവേർജൻസ് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ആണ്. അപ്പം ഡെൽ ഡോട്ട് എഫിന് വരെ ഇവിടെ നമ്മൾ ഡെൽ ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം ഡെൽ ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഡൈവേർജൻസിൻ്റെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/h1 h2 h3, അതായത് 1/r² സൈൻ തീറ്റ. പിന്നീട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് കിട്ടിയ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു ഡോ ആർ ഓഫ് r² VR. അടുത്തെന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ആർ ഇൻറ്റു ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ വി തീറ്റ. അടുത്തത് ആർ ഇൻറ്റു ഡോ വി ഫൈ ഡോ ഫൈ അല്ലേ? വി ആറും വി തീറ്റയും വി ഫൈയും കമ്പോണൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കമ്പോണൻ്റ് ഇതാണ് നിങ്ങളുടെ വി ആർ, ഇത് നിങ്ങളുടെ വി തീറ്റയാണ്, ഈ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വി ഫൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എത്ര കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് സോൾവ് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് ഈ ഒരു ടൈമിൽ ഈ സൈൻ തീറ്റ ക്യാൻസൽ ആയി പോകും. അടുത്ത് നിങ്ങൾ ഇത് വിത്ത് റെസ്പെക്ട് ആറിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോസ് തീറ്റ നിങ്ങൾക്ക് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സൈൻ തീറ്റ ഫസ്റ്റ് ടൈമിലാണെങ്കിൽ സൈൻ തീറ്റ രണ്ടും ക്യാൻസൽ ആയി പോകും. ആർ ക്യൂബ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 3r² കോസ് തീറ്റയാണ്. അപ്പം 3r² കോസ് തീറ്റ. അപ്പം കിട്ടുന്ന r² ക്യാൻസലായി പോകും, സൈൻ തീറ്റ ക്യാൻസലായി പോകും, ബാക്കിയുള്ളത് 3 കോസ് തീറ്റയാണ്. അതുപോലെ ബാക്കി ടൈം കൂടി ചെയ്തേ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേക്കും sin² തീറ്റയുടെ ആറ് നിങ്ങൾക്ക് ഇതിന് പുറത്തു കൊണ്ടുവരാം. അപ്പോൾ ഇത് r² ക്യാൻസലായി പോകും. ബാക്കി sin² തീറ്റയുടെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഒരു സൈൻ തീറ്റ ക്യാൻസലായി പോകും, ബാക്കിയുള്ളത് 2 കോസ് തീറ്റയാണ്. ലാസ്റ്റ് ടൈം വരുമ്പോഴേക്കും ഈ ആറ് ഉണ്ട്, ഇവിടെ ഒരു ഈ ഫൈലായതുകൊണ്ട് തന്നെ ആർ സൈൻ തീറ്റ പുറത്തെടുക്കുക. അപ്പോൾ r² സൈൻ തീറ്റയായി. ഈ r² സൈൻ തീറ്റയും ക്യാൻസലായി പോകും. കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഫൈ ആണ്. നിങ്ങളത് ആഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് 5 കോസ് തീറ്റ മൈനസ് സൈൻ ഫൈ ആണ്. ഓക്കെ.